ഹായ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിയാക്ട് JS യൂസ് ചെയ്ത് ഒരു ഫോം ഡാറ്റ എങ്ങനെയാണ് ഒരു APIയിലേക്ക് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ആപ്പ് ലാസ്റ്റ് ഇങ്ങനെയാണ് ഉണ്ടാവുക. അതായത് നെയിം, ഇമെയിൽ, മൊബൈൽ നമ്പർ എന്ന 3 ഇൻപുട്ട് ഫീൽഡ് ഉണ്ടാവും. കൂടെ ഒരു ക്രിയേറ്റ് എന്ന ബട്ടൺ ഉണ്ടാവും. അതായത് ഇത് കംപ്ലീറ്റ് ആണ് ഒരു ഫോം. ഈ ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു APIയിലേക്ക് ഒരു കോൾ പോകും. ഈ API നമ്മളിവിടെ ഉണ്ടാക്കുന്നില്ല, ഒരു ഡമ്മി API നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇൻസ്പെക്ട് ചെയ്ത് നെറ്റ്വർക്ക് പോകുന്നു. ടെസ്റ്റ് example.com റാൻഡം മൊബൈൽ നമ്പർ അടിക്കാം. ഈ ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ http:/bin.org/post എന്ന് പറഞ്ഞ എൻഡ് പോയിന്റിലേക്ക് ഒരു പോസ്റ്റ് റിക്വസ്റ്റ് പോവാണ് വിത്ത് പേലോഡ്. അതായത് നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്ത നെയിം, ഇമെയിൽ, മൊബൈൽ നമ്പർ ഇത് 3 കൊണ്ട് ഈ APIയിലേക്ക് ഒരു കോൾ പോവാണ്, ഒരു പോസ്റ്റ് റിക്വസ്റ്റ്. അതിൽ നിന്ന് വരുന്ന റെസ്പോൺസ് 200 ആണെങ്കിൽ ഇവിടെ യൂസേഴ്സ് ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ മെസ്സേജ് കാണിക്കുന്നു. അങ്ങനെയാണ് ഈ ഫോം സബ്മിഷൻ നടക്കുന്നത്. ഈ ഫോം സബ്മിറ്റ് ചെയ്ത് ആ APIയിലേക്ക് കോൾ ചെയ്ത് ആ ഡാറ്റ അവിടെ എത്തി സക്സസ് മെസ്സേജ് വന്ന ശേഷം ഇവിടെ യൂസർ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ മെസ്സേജ് കാണിക്കുന്നു. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒരു റിയാക്ട് ആപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഒരു റിയാക്ട് ആപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ Node.js-ഉം npm-ഉം ഇൻസ്റ്റാൾ ആയിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ Node.js.org എന്ന സൈറ്റിൽ നിന്നും Node.js ഡൗൺലോഡ്, ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് Node.js ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ടെർമിനൽ എടുക്കുന്നു, npx create react app submit -form -data -rest API -react. ഈ പേര് ഞാൻ എൻ്റെ ആപ്പിന് കൊടുക്കുന്ന പേരാണ്. ഇത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഒന്നെങ്കിൽ ഫോം റിയാക്ട് ഫോം എന്ത് വേണമെങ്കിലും കൊടുക്കാം പേര്. എൻ്റർ കൊടുത്തു. കുറച്ച് ടൈം എടുക്കും, വെയിറ്റ് ചെയ്യാം. നമ്മുടെ റിയാക്ട് ആപ്പ് ക്രിയേറ്റ് ആയിരിക്കുകയാണ്. ഇനി CD നമ്മളുണ്ടാക്കിയ ആപ്പിൻ്റെ പേര് ഡയറക്ടറി കയറി കോഡ് സ്പേസ് ഡോട്ട് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ നമ്മുടെ ആപ്പ് ഓപ്പൺ ആവും. ജസ്റ്റ് വിഷ്വൽ സ്റ്റുഡിയോ കോഡിൻ്റെ ടെർമിനൽ ഓപ്പൺ ചെയ്യുക. npm start. സോ നമ്മുടെ ആപ്പ് റൺ ആയിരിക്കുകയാണ്. വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഇൻസ്റ്റാൾ ചെയ്യാത്തവർ വിഷ്വൽ സ്റ്റുഡിയോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. എന്നാൽ മാത്രമേ കോഡ് സ്പേസ് ഡോട്ട് എന്ന കമാൻഡ് വർക്ക് ചെയ്യും. സോ നമ്മുടെ ആപ്പ് ഓപ്പൺ ആയിരിക്കുകയാണ് വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ. ഇതിൽ app.js എന്നൊരു ഫയൽ കാണാം. ഈ ഫയലാണ് ഇവിടെ സെർവ് ആവുന്നത്. അതായത് ഈ ഫയലിലുള്ള കണ്ടൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. edit.src learn react എന്ന് പറഞ്ഞ ഒരു ലിങ്ക് അതാണ് അവിടെ കാണിക്കുന്നത്. സോ നമ്മൾ ഈ ഒരു ഫയലാണ് എഡിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ ഈ ഫയൽ എഡിറ്റ് ചെയ്യാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഉണ്ടാക്കേണ്ടത് ഒരു ഫോമാണ്, ഒരു ഫോമിൻ്റെ UI. സോ ഞാനിവിടെ ഓൾറെഡി UI ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് കോപ്പി ചെയ്യാണ്. ഓക്കെ, ഒരു ഫോം ടാഗ് ഉണ്ട്. അതിനുള്ളിൽ 3 ഇൻപുട്ടുകൾ. നെയിം ഇൻപുട്ട് ചെയ്യാനുള്ള ഒരു ഇൻപുട്ട് ഫീൽഡ്, ഇമെയിലിന് വേണ്ടി ഒരു ഇൻപുട്ട് ഫീൽഡ്, മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ഇൻപുട്ട് ഫീൽഡ്. അപ്പോൾ ഇനി നമ്മൾ ഇതിനാവശ്യമായ സ്റ്റേറ്റുകളാണ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അതായത് ഈ വാല്യൂസ് നമ്മൾ ഈ ഫോമിൽ വാല്യൂ എൻ്റർ ചെയ്യുന്ന ടൈമിൽ ഇത് എവിടെയെങ്കിലും ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കണം, ടെമ്പററി ആയിട്ട്. അതായത് APIയിലേക്ക് കോൾ ചെയ്യുന്നതിന് മുമ്പ് ടെമ്പററി ആയിട്ട് ഇവിടെ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് സ്റ്റേറ്റുകൾ ഡിഫൈൻ ചെയ്യും. അതായത് നെയിം, ഇമെയിൽ, മൊബൈൽ നമ്പർ ഇത് 3 സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റുകളാണ്. ഈ സെറ്റ് നെയിം, സെറ്റ് ഇമെയിൽ, സെറ്റ് മൊബൈൽ നമ്പർ എന്നുള്ളത് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഇവിടെ എൻ്റർ ചെയ്യുന്ന ടൈമിൽ ഈ ഒരു സ്റ്റേറ്റിലേക്ക് എന്ത് ചെയ്യും, ഈ വാല്യൂ സെറ്റ് ചെയ്ത് വെക്കും. ഡിഫോൾട്ട് ആയിട്ട് empty ആണ് കൊടുത്തത്. യൂസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ട് ചെയ്യണം. ഇനി ഞാൻ 4മതൊരു സ്റ്റേറ്റ് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, സെറ്റ് മെസ്സേജ്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ ഈ ഡിവിൻ്റെ അകത്ത് ഒരു മെസ്സേജ് ഷോ ചെയ്യിക്കുന്നുണ്ട്. അതായത് ഈ ഒരു മെസ്സേജ് യൂസർ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ മെസ്സേജ്. ഇത് എപ്പോഴാണ് കാണിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ മെസ്സേജ് എന്ന് പറയുന്ന സ്റ്റേറ്റിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു വാല്യൂ വന്നാൽ മാത്രം ഈ ഒരു വാല്യൂ ഇവിടെ ഷോ ചെയ്യിപ്പിക്കണം. അതായത് API കോൾ ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ റെസ്പോൺസ് സക്സസ് ആയാൽ മാത്രം എന്ത് ചെയ്യണം, ഈ ഒരു മെസ്സേജ് കാണിക്കണം. നമ്മൾ ഈ 3 വാല്യൂ എൻ്റർ ചെയ്ത് ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ ഹാൻഡിൽ സബ്മിറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വർക്ക് ചെയ്യും.
ആ ഹാൻഡിൽ സബ്മിറ്റ് എന്ത് ചെയ്യാം, നമുക്കിവിടെ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ഹാൻഡിൽ സബ്മിറ്റ്. ഈ ഹാൻഡിൽ സബ്മിറ്റിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഫസ്റ്റ് എന്ത് ചെയ്യും, http:/bin.org/post ഇതൊരു ഡമ്മി API ആണ്. ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വാല്യൂസ് വെച്ചിട്ട് ഒരു API കോൾ ചെയ്യാം. അതിൻ്റെ റെസ്പോൺസ് നമുക്ക് കിട്ടും. ഇതെവിടെയും സ്റ്റോർ ആവുന്നുണ്ടോ ഇല്ലെന്നൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഒരു ഡമ്മി API, അതായത് നമ്മൾ കൊടുക്കുന്ന റിക്വസ്റ്റിനനുസരിച്ചുള്ള ഒരു റെസ്പോൺസ് കിട്ടും. ഈ ഒരു ട്യൂട്ടോറിയലിൽ നമ്മൾ ഒരു API ഡിഫൈൻ ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഡമ്മി API യൂസ് ചെയ്യുന്നത്. സോ ഈ APIയിലേക്കൊരു ഫെച്ച് റിക്വസ്റ്റ് കൊടുക്കുകയാണ്. മെത്തേഡ് പോസ്റ്റ് കൂടെ നമ്മൾ ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ച നെയിം, ഇമെയിൽ, മൊബൈൽ നമ്പർ, ഇത് മൂന്നും പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്യുന്നുണ്ട്. ഇനി അതിൻ്റെ response.status = 200 ആവുന്ന കേസിൽ നെയിമും ഇമെയിലും മൊബൈൽ നമ്പറും എന്ത് ചെയ്യണം, എംപ്റ്റി ആക്കണം. അതായത് ഒരു തവണ ഇത് ടൈപ്പ് ചെയ്ത് ക്രിയേറ്റ് ബട്ടൺ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റിക്വസ്റ്റ് പോയി. പിന്നെ രണ്ടാമതൊരാൾക്ക് ഇത് ടൈപ്പ് ചെയ്യണമല്ലോ, അപ്പോൾ ഇതിവിടെ എംപ്റ്റി ആക്കി വെക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇത് മൂന്നും എംപ്റ്റി ആക്കി. ഇനി അവിടെ ഒരു എന്ത് ചെയ്യണം, മെസ്സേജ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് എന്ത് ചെയ്യണം, യൂസർ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ സ്ട്രിങ് സ്റ്റോർ ചെയ്ത് വെക്കണം. ആ സ്ട്രിങ് ആണ് ഇവിടെ കാണിക്കേണ്ടത്. ഇനി എന്തെങ്കിലും കേസിൽ എറർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മെസ്സേജിലേക്ക് എന്ത് സ്റ്റോർ ചെയ്ത് വെക്കണം, സം എറർ റെക്കോർഡ് തന്നിട്ടുള്ള ഈ സെറ്റ് മെസ്സേജിൽ യൂസ് ചെയ്തിട്ടാണ് ഈ മെസ്സേജ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് സ്റ്റോർ ചെയ്തൊക്കെ വാല്യൂ. ഓക്കെ, സോ നമ്മുടെ ആപ്പ് നോക്കി, നെയിം, ഇമെയിൽ, മൊബൈൽ നമ്പർ, ഒരു ക്രിയേറ്റ് ബട്ടൺ ഉണ്ട്. നമുക്കിതൊന്ന് സ്റ്റൈൽ ചെയ്തെടുക്കാം CSS യൂസ് ചെയ്തിട്ട്. ഇവിടെ ഓൾറെഡി app.css എന്നൊരു ഫയൽ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതെല്ലാം ക്ലിയർ ചെയ്ത് പുതിയൊരു CSS ആഡ് ചെയ്യാണ്. നെയിം, ഇമെയിൽ, മൊബൈൽ നമ്പർ, ക്രിയേറ്റ്, ഇൻസ്പെക്ട് ബട്ടൺ ഇൻസ്പെക്ട് എടുത്തു, നെറ്റ്വർക്ക്, ഞാൻ ഇവിടെ വാല്യൂ എൻ്റർ ചെയ്യാണ്. യെസ്, യൂസർ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി. ഇതാ http:/bin.org/postലേക്ക് റിക്വസ്റ്റ് പോയിട്ടുണ്ട്. മെത്തേഡ് പോസ്റ്റാണ്. സ്റ്റാറ്റസ് കോഡ് 200. ഓക്കെ, 200 വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, യൂസർ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ മെസ്സേജ് കാണിക്കണം. അത് കാണിച്ചിട്ടുണ്ട്. സോ നമ്മുടെ ആപ്പ് ക്രിയേറ്റ് ആയിരിക്കുകയാണ്. ഞാൻ ഓൾറെഡി ഈ ട്യൂട്ടോറിയൽ ഒരു ബ്ലോഗായിട്ട് എഴുതിയിട്ടുണ്ട്. സബ്മിറ്റ് ഫോം ഡാറ്റ ടു REST API ഇൻ റിയാക്ട് ആപ്പ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ യൂട്യൂബ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിൻ്റെ താഴെയായിട്ട് കോഡ് സാൻഡ് ബോക്സ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലൈവായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കോഡ് എഡിറ്റ് ചെയ്യാം. അതേപോലെ കോഡ് ആവശ്യമുണ്ടെങ്കിൽ GitHub ലിങ്കും കൊടുത്തിട്ടുണ്ട്. സോ താങ്ക് യു.